Hello everyone. Welcome to the Eye Opener video of Thanam Smart Savings and Investment Solutions. ടാറ്റ മോട്ടോഴ്സ് ഓഹരിയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ടാറ്റ മോട്ടോഴ്സ് ഓഹരി ഇപ്പോൾ കനത്ത ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സുപ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായതുമായ ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര ഓട്ടോമോട്ടീവ് കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. കാറുകൾ, ട്രക്കുകൾ, വാനുകൾ, ബസ്സുകൾ എന്നിവയാണ് പ്രധാന പ്രോഡക്റ്റുകൾ. ബ്രിട്ടീഷ് ജാഗ്വാർ, ലാൻഡ് റോവർ, ദക്ഷിണ കൊറിയൻ ടാറ്റ ദേവു എന്നിവ അനുബന്ധ കമ്പനികളാണ്. ഹിറ്റാച്ചി, ഫിയറ്റ് ക്രൈസ്ലറിനും ടാറ്റ ബ്രാൻഡഡ് വാഹനങ്ങൾക്കും വാഹനഭാഗങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റെല്ലാൻഡിസ് എന്നിവയുമായി ടാറ്റ മോട്ടോഴ്സിന് സംയുക്ത സംരംഭങ്ങളുണ്ട്. ആദ്യമായി ടാറ്റ മോട്ടോഴ്സിന്റെ ടെക്നിക്കൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു വർഷം -37.8% ടാറ്റ മോട്ടോഴ്സിന്റെ വളർച്ച. എന്ന് വെച്ചാൽ വളരെ വലിയൊരു ഇടിവാണ് ടെക്നിക്കൽ പെർഫോമൻസിൽ കാണിക്കുന്നത്. 2 ഇയർ നോക്കുകയാണെങ്കിൽ 48.6%. അത് കോവിഡിന് ശേഷമുള്ള ഒരു വളർച്ചയാണ് അവിടെ കാണിക്കുന്നത്. ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ 42.58%, FII 18.66%, DII 16.85%, പബ്ലിക് 21.91%. ഇമ്പോർട്ടന്റ് റേഷ്യോസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 31,106, ഏർണിംഗ് പെർ ഷെയർ 81.95, ROE 36.97. ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി പ്രകടനത്തെ വിശകലനം ചെയ്യുമ്പോൾ ഓഹരിയിൽ ഗണ്യമായ ഇടിവ് നേരിട്ടിട്ടുണ്ട്. 52 വീക്സിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് ഏകദേശം 47% ഓഹരി ഇടിഞ്ഞത്. സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ തിരുത്തലുകളിൽ ഒന്നാണിത്. 2015 ഓഹരികൾ കണ്ട കുത്തനെയുള്ള ഇടിവിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഒരു ഇടിവ്. ചരിത്രം ആവർത്തിക്കുമോ എന്ന ആശങ്ക നിക്ഷേപകരിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. 2025 മാർച്ച് 3 ഓഹരി 52 വീക്സിലെ ഏറ്റവും താഴ്ന്ന നിലയായ 606 കഴിഞ്ഞ 6 മാസമായി അതിന്റെ ഇടിവ് തുടരുന്നുണ്ട്. ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ കമ്പനിയുടെ ശക്തമായ സാന്നിധ്യം കണക്കിലെടുക്കുമ്പോൾ ഈ കുത്തനെയുള്ള ഇടിവ് നിക്ഷേപകരുടെ ആശങ്ക ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഹരികളിൽ മുന്നേറ്റം വരുന്നുണ്ടെങ്കിലും ടാറ്റ മോട്ടോഴ്സിന്റെ മൊത്തത്തിലുള്ള ഓഹരിയുടെ പെർഫോമൻസ് തീർച്ചയായും നെഗറ്റീവായി തന്നെ തുടരുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ Q3 ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന്റെ സംയോജിത വരുമാനത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 2.7% വർധനവ് രേഖപ്പെടുത്തി. ഇത് 1,13,575 കോടി രൂപയിലെത്തി. എന്നിരുന്നാലും വരുമാനത്തിൽ വർധനവുണ്ടായിട്ടും അറ്റാദായം 22% കുറഞ്ഞ് 5,451 കോടി രൂപയായി. മുൻവർഷത്തെ 7,025 കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭക്ഷമതയിലുണ്ടായ ഇടിവ് നിക്ഷേപകരുടെ വികാരത്തെയും ബാധിച്ചു. ഇത് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികളുടെ വിറ്റഴിക്കലിന് കാരണമായി. കുറച്ചു കാലം മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ടാറ്റ മോട്ടോഴ്സിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ Q3 ഫലങ്ങൾ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും വരുമാനത്തിലുണ്ടായ കുറവ് നിക്ഷേപകരുടെ വികാരത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഇടിയാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി മൂന്നാം ഭാഗത്തിലെ ദുർബലമായ വരുമാനം. ടാറ്റ മോട്ടോഴ്സിന്റെ അനുബന്ധ കമ്പനിയായ ജാഗ്വാർ, ലാൻഡ് റോവർ നിർമ്മാതാക്കളാണ് വരുമാനത്തിലും ലാഭത്തിലും ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്. ഡിസംബർ പാദത്തിൽ JLRന്റെ ലാഭത്തിൽ ഇടിവ് നേരിട്ടു. കൂടാതെ ചൈന, യൂറോപ്പ് തുടങ്ങിയ പ്രധാന വിപണികളിലെ ഡിമാൻഡ് പ്രതീക്ഷ ദുർബലമായി തുടരുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ ആഡംബര കാർ അനുബന്ധ സ്ഥാപനമായ JLRന്റെ നികുതിക്ക് മുമ്പുള്ള ലാഭത്തിൽ 12% ഇടിവ് നേരിട്ടത്. ഇതൊക്കെ ടാറ്റ മോട്ടോഴ്സിന്റെ മോശം പ്രകടനത്തിന് പ്രധാന കാരണമായി. ആഭ്യന്തര വിപണിയിലെ വെല്ലുവിളികൾ. ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ആഭ്യന്തര വരുമാനത്തിൽ 38% ഇടിവ് രേഖപ്പെടുത്തിയത്. പ്രധാനമായും വിൽപ്പന വർദ്ധിക്കുന്നതിനായി വാഹനങ്ങൾക്ക് ഉയർന്ന കിഴിവുകൾ നൽകിയതാണ് ഇതിന് പ്രധാന കാരണം. ഡിമാൻഡ് കുറയുകയും വിലനിർണയ സമ്മർദ്ദം പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. വർദ്ധിച്ചു വരുന്ന മത്സരം. SUV വിഭാഗത്തിൽ എതിരാളികളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ നിന്ന് ടാറ്റ മോട്ടോഴ്സ് കടുത്ത മത്സരമാണ് കഴിഞ്ഞ പാദത്തിൽ നേരിട്ടത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സിനെ മറികടന്ന് രാജ്യത്തെ 3ാമത്തെ വലിയ കാർ നിർമ്മാതാക്കളായി മാറി.
2025 ജനുവരിയിൽ മഹീന്ദ്ര 50,659 SUV വിറ്റു. 2024 ഇതേ മാസത്തേക്കാൾ 18% കൂടുതലാണിത്. അതേസമയം ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വാഹന വിൽപ്പന കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ വിറ്റ 53,633 യൂണിറ്റുകളിൽ നിന്ന് 10% ഇടിഞ്ഞ് 48,076 യൂണിറ്റായി മാറി. ടെസ്ലയിൽ നിന്നുള്ള മത്സരവും വർദ്ധിക്കുന്നു. ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിലേക്ക് ടെസ്ലയുടെ കടന്നുവരവിന്റെ സാധ്യത ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികളുടെ നെഗറ്റീവ് വികാരം വർദ്ധിപ്പിച്ചു. വൈദ്യുത വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ സർക്കാർ കുറച്ചേക്കുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഇന്ത്യൻ വിപണിയിലേക്കുള്ള ടെസ്ലയുടെ പ്രവേശനത്തിന് സഹായകരമാകും. ഇവയൊക്കെ ഉയർന്ന മത്സരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ലിങ്ക്ഡിൻ പോസ്റ്റ് അനുസരിച്ച് ടെസ്ല നിലവിൽ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിൽ 64% ജോലികൾ വാഗ്ദാനം ചെയ്യുന്നു. ടെസ്ലയുടെ ശക്തമായ ബ്രാൻഡ് സാന്നിധ്യം, നൂതന ഇലക്ട്രിക് വാഹന ടെക്നോളജിയും പ്രീമിയം ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിൽ ടാറ്റ മോട്ടോഴ്സിന് വെല്ലുവിളിയായേക്കും. തീർച്ചയായും നമുക്കെല്ലാമുള്ള ഒരു സംശയം, ടാറ്റ മോട്ടോഴ്സ് ഇനിയും ഇടിയാൻ സാധ്യതയുണ്ടോ? ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികൾ ഷോർട്ട് ടേമിലേക്ക് കൂടുതൽ ഇടിയാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നതെങ്കിലും 853 രൂപ ടാർഗറ്റ് പ്രൈസ് വെച്ചതിനെ തുടർന്ന് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികളിൽ പെട്ടെന്ന് തന്നെ ചില ഫ്ലക്ച്വേഷൻസ് കാണാൻ ഇടയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിലേക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിരിക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. ടാറ്റ മോട്ടോഴ്സിന്റെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ മുമ്പൊന്നും കാണാത്ത ഒരു കനത്ത ഇടിവാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് കാണാൻ പറ്റുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ ഇപ്പോൾ 600 റേഞ്ചിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. അവിടെ നിന്നൊരു നല്ലൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമുക്കത് നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അതിനായി തീർച്ചയായും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് സമീപനം ആവശ്യമുണ്ട്. ആസ് ആൻ ഇൻവെസ്റ്റർ നമ്മൾ തീർച്ചയായും കാത്തിരുന്ന് കളി കാണേണ്ടി വരും. അടുത്തായി മൂവിംഗ് ആവറേജുകൾ നോക്കാം. മൂവിംഗ് ആവറേജ് 50, 100, 200 മൂവിംഗ് ആവറേജസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മൂവിംഗ് ആവറേജ് 200 മൂവിംഗ് ആവറേജിന്റെ വളരെ താഴെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ 200 മൂവിംഗ് ആവറേജിലേക്ക് ഒരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നൊരു റിജക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിഫ്ലക്ഷൻ 200 മൂവിംഗ് ആവറേജിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തീർച്ചയായും ഒരു 820 റേഞ്ചിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു റിജക്ഷൻ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള എൻട്രികളെ പറ്റി ആലോചിക്കുക. ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ 7 മാസത്തിനിടെ ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി വിലയിൽ 47% കുത്തനെയുള്ള ഒരു തിരുത്തലുണ്ടായി. JLRന്റെ വീക്കായ ആഗോള പ്രകടനം, ആഭ്യന്തര വരുമാനം കുറയുന്നത്, ടെസ്ലയിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന മത്സരം എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി വിലയിലെ കുത്തനെയുള്ള ഇടിവിന് കാരണം. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ മേഖലയിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു പ്രധാന പ്ലെയറായി തുടരുമ്പോഴും ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വീണ്ടെടുക്കുന്നതിന് ചെലവ് ഒപ്റ്റിമൈസേഷൻ, EV സാങ്കേതിക വിദ്യയിലെ നവീകരണം, തന്ത്രപ്രധാനമായ വില നിർണ്ണയം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഈ വെല്ലുവിളികളെ മറികടക്കുന്നതിനുള്ള കമ്പനിയുടെ കഴിവ് അതിന്റെ ഭാവി വളർച്ചാപാതയെയും ഓഹരി പ്രകടനത്തെയും നിർണ്ണയിക്കും. ഹ്രസ്വകാല ഭാവി അനിശ്ചിതത്വത്തിലാണെങ്കിലും ടാറ്റ മോട്ടോഴ്സിന്റെ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വിപണി നേതൃത്വം, ഇലക്ട്രിക് വാഹനങ്ങളിലും സാങ്കേതിക വിദ്യകളിലുമുള്ള പ്രാവീണ്യം ഇവയൊക്കെ പോസിറ്റീവായി നിലനിർത്തും. മാക്രോ എക്കണോമിക് വെല്ലുവിളികളെ മറികടക്കാനും ലാഭ മാർജിനുകൾ നിലനിർത്താനും ദീർഘകാല വളർച്ചാ പദ്ധതികൾ നടപ്പിലാക്കാനുമുള്ള കമ്പനിയുടെ കഴിവ് വീണ്ടെടുപ്പിന് നിർണായകമായേക്കും. ദീർഘകാല നിക്ഷേപകർക്ക് ഈ തിരുത്തൽ താഴ്ന്ന നിലവാരത്തിൽ ബൈയിങ്ങിന് അവസരം നൽകിയേക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഷോർട്ട് ടൈമിൽ അസ്ഥിരത തുടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.